നമ്മൾ ഇന്നലെ നെയിമിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നെയിമിംഗ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓരോ ടൈപ്പ് എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഇനിയും നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗവും ഐസോമറിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെഷൻ തീർന്ന് അടുത്ത സെഷനിലോട്ട് പോവാം. അപ്പം എഴുതിക്കോളൂ, ഐസോമെറിസം. ഐസോമെറിസം ഐസോമെറിസം compounds having same molecular formula okay, same molecular formula but different structural formula are called isomers. And this phenomenon is called isomerism. Okay, അതായത് നമുക്ക് മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ കാണിക്കുന്ന ഈ ഒരു ഫിനോമിനോണിനെ പറയുന്ന പേരാണ് ഐസോമറിസം. നമുക്കൊന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മൾ 2-3 ടൈപ്പ് ഐസോമറിസം നമുക്ക് പഠിക്കാനുണ്ട്. ഐസോമറിസത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയും. സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയും. അതേപോലെ തന്നെ സ്റ്റീരിയോ ഐസോമറിസത്തെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല, അടുത്ത പ്ലസ് വൺ പ്ലസ് ടു വരുമ്പോഴത്തേക്കും പഠിക്കാനുണ്ട്. സ്റ്റീരിയോ ഐസോമറിസം അവരെ സ്പേസ് ഐസോമറിസം എന്നും പറയും. അതേപോലെ ജിയോമെട്രിക്കൽ ഐസോമറിസം എന്നും പറയും. ജിയോമെട്രിക്കൽ ഐസോമറിസം എന്നും പറയും. ഓക്കെ ആണല്ലോ. ഐസോമറിസത്തെ രണ്ടായിട്ട് തിരിക്കുന്നു: സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസത്തെ സ്പേസ് എന്ന് പറയുന്നു, ജിയോമെട്രിക്കൽ ഐസോമറിസം എന്നും പറയുന്നു. നമുക്ക് ഈ സ്ട്രക്ചറൽ ഐസോമറിസം ആണ് പഠിക്കാനുള്ളത്. സ്ട്രക്ചറൽ ഐസോമറിസത്തെ വീണ്ടും നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ചെയിൻ ഐസോമറിസം ആണ്. 2 എന്ന് പറയുന്നത് പൊസിഷൻ ഐസോമറിസം ആണ്. 3 എന്ന് പറയുന്നത് ഫങ്ഷണൽ ഐസോമറിസം ആണ്. 4 എന്ന് പറയുന്നത് മെറ്റാമറിസം ആണ്. ഇത് 4 പഠിക്കണം, ഇമ്പോർട്ടന്റ്. മെറ്റാമറിസം, ചെയിൻ ഐസോമറിസം, പൊസിഷണൽ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം ആൻഡ് മെറ്റാമറിസം. നമുക്ക് ആദ്യം ചെയിൻ ഐസോമറിസം എന്താന്ന് നോക്കാം. ചെയിൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ ആറ്റം എന്നുള്ളതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് കോമ്പൗണ്ട് എഴുതണമെന്നില്ല, എന്നാലും കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലർ, മറ്റേ ഡെഫിനിഷൻ തന്നെ, പക്ഷെ ചെയിൻ വരുമ്പോൾ ചെയിൻ വ്യത്യാസമാണെന്ന് എഴുതണം, പൊസിഷൻ വരുമ്പോൾ പൊസിഷൻ വ്യത്യാസമാണെന്ന് എഴുതണം, ഫങ്ഷണൽ വരുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാണെന്ന് എഴുതണം. നോക്കാം. അതായത്
compound having same molecular formula but different arrangement of carbon atoms in straight or branched chain. ഒരു എക്സാമ്പിൾ കൊടുക്കാം, നോക്കിയോ. ഞാൻ 5 കാർബൺ ആറ്റം ഉള്ള സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ആളിനെ എഴുതാൻ പോവാണ്. 5 കാർബൺ ഒന്നുമ്പോൾ സിംഗിൾ ബോണ്ടഡ്, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു CH3 കണ്ടൻസ്ഡ് ആണ് എഴുതുന്നത്. ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH3. ഇവരെ നമ്മൾ N പെന്റെയിൻ എന്നാണ് അവിടെ പറയുന്നത്. N പെന്റെയിൻ, നോർമൽ പെന്റെയിൻ എന്ന് പറയും. ഇവന്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 C5 3 5 7 9 12 H12 ഇങ്ങനെയാണ്. ഞാൻ ഇവനെ തന്നെ ഇങ്ങനെ എഴുതാൻ പോവാണ്. CH3 CH2 CH3 ഒരു CH3 ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റി. ഇപ്പം ഇവന്റെ പേര് 2-methyl butane ആയി മാറി. അല്ലെങ്കിൽ ഇവനെ നമ്മൾ ഐസോപെന്റേൻ വിളിക്കും. അതായത് എൽ ഷേപ്പിൽ 4 കാർബൺ ആറ്റം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടാണ് ഐസോ എന്ന് വിളിക്കുന്നത് കേട്ടോ. എൽ ഷേപ്പിൽ 4 കാർബൺ ആറ്റം വരുമ്പോൾ ഐസോ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഐസോപെന്റേൻ. അതേപോലെ അപ്പൊ അവന്റെ മോളിക്കുലാർ ഫോർമുല നോക്കി 1 2 3 4 5 C5 3 4 4 2 6 6 3 9 9 3 12 H12 ആണ്. ഓക്കെ, അപ്പോഴും മോളിക്കുലാർ ഫോർമുല ഇവനെ ഞാൻ വേറെ രീതിയിൽ കൂടെ എഴുതുകയാണ്. CH3 CH3 ഇവിടെ ഒരു CH3 ഇവിടെ ഒരു CH3 നോക്കി. ഇവന്റെ പേര് 2 2, കാരണം ഇവിടെ നമ്പർ ചെയ്തപ്പോൾ 1 2 3 4 അങ്ങനെയാണ് നമ്പർ ചെയ്തത്. ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3. രണ്ടാമത്തേല് 2 മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ 2,2 എന്ന് എഴുതണം. എന്നിട്ട് ഡൈമീഥൈൽ രണ്ടിന്റെയും പൊസിഷൻ എഴുതാൻ വേണ്ടിയാണ് 2,2 എന്ന് എഴുതുന്നത്. ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഇവന്റെ വേറൊരു പേരുണ്ട്, നിയോപെന്റേൻ എന്ന് പറയും. ഈ നിയോപെന്റേൻ ഐസോപെന്റേൻ ഒക്കെ ഇവന്റെ കോമൺ നെയിമാണ്. അതായത് നമുക്കിപ്പോൾ വീട്ടിൽ വിളിക്കുന്ന നെയിമും ഒഫീഷ്യൽ നെയിമും ഉണ്ടല്ലോ. അപ്പൊ വീട്ടിൽ വിളിക്കുന്ന നെയിമാണ് ഈ കോമൺ നെയിം ഉദ്ദേശിക്കുന്നത്, ഐസോയും നിയോയും ഒക്കെ. മറ്റേ അവന്റെ ഒഫീഷ്യൽ നെയിമാണ്. ഇവന്റെ മോളിക്കുലാർ ഫോർമുല നോക്കി C5H12 കണ്ടോ. അപ്പം ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? ഇത് സ്ട്രെയിറ്റ് ആയി, ഇത് ബ്രാഞ്ച് ആയി, ഇത് ഹൈലി ബ്രാഞ്ച് ആയി. അപ്പം അവിടെ കാർബൺ ആറ്റത്തിന്റെ ചെയിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അവിടെ ഈ ചെയിൻ ഐസോമറസ് ഉണ്ടാക്കുന്നത്. പക്ഷെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആണ്. ഓക്കെ ആണോ? ഇതാണ് സംഭവം. പെട്ടെന്ന് എഴുതണം. അടുത്തത് പൊസിഷൻ ഐസോമറസം. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുള്ളൂ കേട്ടോ, പല എക്സാമ്പിൾ ചോദിക്കും. യൂഷ്വലി ചോദിക്കുന്ന ഇതാ പൊസിഷൻ ഐസോമറസം ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, പൊസിഷൻ ഐസോമറസം എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല but differ in position of substituent atoms or functional group or bonds or multiple bonds. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഒന്നെങ്കിൽ അവരുടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആറ്റത്തിന് പൊസിഷൻ മാറ്റം കാണും, അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് പൊസിഷൻ മാറ്റം കാണും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടിന് പൊസിഷൻ മാറ്റം കാണും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം.
CH3 CH ഡബിൾ ബോണ്ട് CH3 ഇവന്റെ പേര് ബ്യൂട്ട് 4 കാർബൺ രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ബ്യൂട്ട് 2En എന്നാൽ ഇവനോ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഇപ്പോഴും ബ്യൂട്ട് തന്നെയാണ് പക്ഷെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇപ്പോൾ ഒന്നാമത്തെ കാർബണിലാണ് അപ്പൊ ഇത് ബ്യൂട്ട് 1 എന്നാവും രണ്ടുപേരും ഏകദേശം സ്വഭാവം സെയിം ആണെങ്കിലും അവരുടെ എന്താണ് ഏകദേശമേ സെയിം ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഡിഫറെന്റ് ആണ് മനസ്സിലായോ പക്ഷെ ഐസോമർ ആണ് കണ്ടോ ഇവരുടെ രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല സെയിം എഴുതി നോക്കിയാൽ മതി അതേപോലെ തന്നെ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഇപ്പം OH ഉള്ള ഇത് നോക്കാം നമുക്ക് CH3 CH2 CH2OH ഇവന്റെ പേര് 3 കാർബൺ ഉള്ള ആൽക്കഹോൾ അപ്പൊ പ്രൊപ്പനോൾ എന്ന് പറയും പ്രൊപ്പൻ ഒന്നാമത്തെ പൊസിഷനിലാണ് പ്രൊപ്പൻ 1 ഓൾ എന്നാ പറയാ എന്നാൽ ഇങ്ങനെ വന്നാലോ CH3 CH3 ഇതിലാണ് OH വരുന്നതെങ്കിലോ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണം അപ്പം 1 2 3 അപ്പൊ രണ്ടാമത്തെ OH ഗ്രൂപ്പ് വന്നു അപ്പൊ ഇവന്റെ പേര് പ്രൊപ്പൻ 2 ഓളായി കണ്ടോ അങ്ങനെ പൊസിഷന് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഈ ഫങ്ഷണൽ ഐസോമറിസം അതേപോലെ തന്നെ മെറ്റാമറിസം നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ മെറ്റാമറിസം ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ ഒന്ന് പറഞ്ഞ സ്കൂളിൽ പഠിപ്പിച്ചോ ഫങ്ഷനിലും മെറ്റാമറിസം ഇല്ല ഫങ്ഷനിലും മെറ്റാമറിസം ഇല്ല ഫങ്ഷനിലും മെറ്റാമറിസം ഇല്ല ഇല്ല മെറ്റാമറിസം ഇല്ല ഓക്കെ 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 അപ്പം ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്ത സെഷനിലോട്ട് കയറാണ് ഇത് എഴുതിയെടുത്തോളൂ ഇനിയുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് എഴുതിയെടുക്കണം ഓക്കെ അപ്പം അടുത്ത എഴുതിക്കോളൂ നമ്മൾ ഓരോ കോമ്പൗണ്ടിനെ പറ്റി പഠിക്കാൻ പോവാണ് ഹൈഡ്രോ കാർബണിന്റെ ഓരോ കോമ്പൗണ്ടിനെ പറ്റി പഠിക്കുകയാണ് ആദ്യം ആൽക്കെയിൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ആൽക്കെയിൻസിനെ പറ്റി പഠിക്കുമ്പോൾ ആൽക്കെയിൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൽക്കെയിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് പിന്നെ ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ ആൽക്കെയിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൽക്കെയിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഓരോ കോമ്പൗണ്ടിന്റെയും ആൽക്കിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൽക്കെയിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ അതേപോലെ അടുത്തത് ആൽക്കൈന്റെ അതേപോലെ തന്നെ പിന്നെ ആൽക്കഹോളിന്റെ പഠിക്കും കാർബോക്സിലിക് ആസിഡിന്റെ പഠിക്കും ഈതറിന്റെ പഠിക്കും അങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെയും പഠിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇത്രയും സെഷൻസ് നമുക്ക് ഇവിടെ ഉള്ളത് പക്ഷെ പെട്ടെന്ന് പഠിക്കാം സിമ്പിൾ ആണ് അപ്പൊ ആദ്യം ആൽക്കൈൻ ഹെഡിങ് കൊടുക്കുക ആൽക്കെയിൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക ഞാൻ പെട്ടെന്ന് പഠിപ്പിച്ചു തീർക്കും നോക്കിക്കോണം ഇത് എഴുതിയെടുക്കണം ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡോട്ട് എഴുതാം സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആണ് സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ അവന്റെ ജനറൽ ഫോർമുല ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ചാണ് എന്നാലും എഴുതിക്കോ CnH2n+2 ആണെന്നുള്ള കാര്യം നമുക്കറിയാം അതേപോലെ തന്നെ ഇത് എന്താണ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു അൺറിയാക്റ്റീവ് ആണ് റിലേറ്റീവ്ലി അപ്പം ദീസ് ഹൈഡ്രോ കാർബൺസ് അത് വേണം എഴുതിക്കോ ദീസ് ഹൈഡ്രോകാർബൺസ് ആർ റിലേറ്റീവ്ലി unreactive under ordinary condition under ordinary condition so they are also known as paraffin so ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാം so they are also known as paraffin para means little affins means affinity little affinity അപ്പം വലിയതായിട്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാർ പാരാഫിൻ പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഐസോമേഴ്സ് നമുക്ക് ഇത് ഐസോമറിസം കാണിക്കും ഇതിന്റെ ഐസോമറിസത്തിന്റെ അതായത് പെന്റേൻ അതായത് ഒരു
സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിട്ടുള്ള പെന്റൈൻ്റെ ഇതാണ് നമ്മൾ വരച്ച് കാണിച്ചത്. വേണം ബ്യൂട്ടൈൻ്റെ ഐസോമർസും നമുക്ക് ഇതുപോലെ വരയ്ക്കാം. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ CH3 CH2 CH2 CH3 ഇത് ബ്യൂട്ടൈനാണ്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C4H10 ആണ്. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, CH3 CH2 CH3 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പം ഇത് N ബ്യൂട്ടൈൻ എഴുതും, N ബ്യൂട്ടൈൻ എഴുതും. എന്നാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C4H10 ആണ്. പക്ഷെ ഇതിന്റെ നെയിം വരുമ്പോൾ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഇത് ഫോർത്ത് കാർബൺ. അയ്യോ സോറി, മൊത്തം 5 എണ്ണം ആയല്ലോ. സോറി 3 എണ്ണേ ഉള്ളൂ ഇവിടെ. CH3 CH3 ഒരു കാർബൺ ഇതേ വന്നു. അപ്പം ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ. അപ്പം ഇതിന്റെ പേര് 2-methyl പ്രൊപ്പൈൻ എന്ന് പറയും. 2-methyl പ്രൊപ്പൈൻ എന്ന് പറയും ഇതിന്റെ ഐസോമർ. ശരിക്കും ബ്യൂട്ടൈന് 2 ഐസോമർ ആണുള്ളത്, 2-methyl പ്രൊപ്പൈനും അതുപോലെ നോർമൽ ബ്യൂട്ടൈനും എന്നുള്ള കാര്യം ആലോചിക്കാം. ഈ 2-methyl എന്താണ് ബ്യൂട്ടൈനെ നമ്മൾ പ്രൊപ്പൈൻ എന്ന് പറയും കേട്ടോ. ഐസോ ബ്യൂട്ടൈൻ എന്ന് പറയും. അതൊന്ന് ഓർത്ത് വെച്ചോണം, ഐസോ ബ്യൂട്ടൈൻ. പിന്നെ അറിയാലോ, ഞാനത് വരച്ചാണെങ്കിൽ ഇതിനെ മീഥൈൻ്റെ CH4, ഈഥൈൻ്റെ CH3 പ്രൊപ്പൈൻ്റെ CH3 ബ്യൂട്ടൈൻ്റെ CH3 പെന്റൈൻ്റെ CH3 ഹെക്സൈൻ്റെ CH3 അങ്ങനെ പോകും. അപ്പം അത് ഓൾറെഡി പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ, അതായത് നമ്മുടെ ഇതിന്റെ പെന്റൈൻ്റെ ഞാൻ ഓൾറെഡി വരച്ച് കാണിച്ചാണ്. ബ്യൂട്ടൈൻ്റെ വരയ്ക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചത്. ബ്യൂട്ടൈൻ്റെ 2 ഐസോമർ ആണുള്ളത്. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഈ മീഥൈനും ഈഥൈനും ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതുവാണ്. അപ്പം മീഥൈന് അടുത്തൊരു ഹെഡിങ് പോലെ കൊടുത്തു, മീഥൈൻ്റെ പേര് മാർഷ് ഗ്യാസ് എന്ന് പറയും. മാർഷ് ഗ്യാസ് എന്ന് പറയും. അത് ഞാൻ അതിനെപ്പറ്റി അതെങ്ങനെയാണ് എവിടെയാണ് കൂടുതലും കാണപ്പെടുന്നത്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒക്കെയാണ് ഈ പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മാർഷ് ഗ്യാസ് ഈസ് ഫോണ്ട് അറ്റ് ദ ബോട്ടം ഓഫ് മാർഷസ് ഡ്യൂ ടു ഫെർമെന്റേഷൻ ഓഫ് സെല്ലുലോസ് ബൈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ. ഓക്കെ, അത് മീഥൈൻ മാർഷ് ഗ്യാസ് എന്ന് പറയാൻ കാരണം മാർഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാർഷ് എന്ന് പറയുമ്പോൾ ഈ ചതുപ്പ് എന്നർത്ഥം. ചതുപ്പ്, ഈ ചതുപ്പ് മീൻസ് ഈ കണ്ടം പോലെയുള്ള ഏരിയകൾ, അതിലെ ചതുപ്പ്. അപ്പം ഈ ചതുപ്പ് ഏരിയാസിലൊക്കെ നമുക്കറിയാലോ, നമ്മൾ ഈ കണ്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകം ഒരു ചേറുമണം കാണും. ഈ ചേറുമണം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മീഥൈൻ്റെ സ്മെല്ലാണ്. അവിടെ നമുക്ക് കൂടുതലും ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ മീഥൈൻ്റെ മണമാണ്. അപ്പം മാർഷ് ഗ്യാസ് ഈ മാർഷസിന്റെ ബോട്ടമിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയും സെല്ലുലോസും കൂടെ, നമുക്കറിയാം ചതുപ്പ് നിലങ്ങളിൽ ഈ പറഞ്ഞ പ്ലാന്റിനകത്താണ് സെല്ലുലോസ് ഉള്ളത്. ഈ സെല്ലുലോസും ബാക്ടീരിയയും കൂടെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മീഥൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ എയർ എക്സെയിൽഡ് ബൈ ആനിമൽസ് ഹൂസ് ഫുഡ് കണ്ടെയ്ൻ സെല്ലുലോസ്. ഇപ്പം പശുവൊക്കെ കൂടുതൽ പ്ലാന്റ് ഈറ്റിംഗ് ആയിട്ടുള്ള ആനിമൽസ് അല്ലേ. അപ്പം അവര് എക്സൈൽ ചെയ്ത എയറിനകത്തും മീഥൈൻ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഈസ് കണ്ടെയ്ൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ ഗ്യാസ് ആൻഡ് ഇൻ ദ ബ്ലഡ് ഓഫ് അനിമൽ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അതായത് ഈ ഹ്യൂമൻ ബീങ്സിന്റെ ഇൻഡസ്ട്രിയൽ ഗ്യാസിലൊക്കെ എന്താണ് ഇത് അടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ക്യാവിറ്റീസ് ഇൻ കോൾ കണ്ടെയ്നിങ് 90% മീഥൈൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫയർ ഡാം. അതൊക്കെ ഓർത്തോണം കേട്ടോ, അത് ഞാൻ എഴുതുന്നില്ല, ഒന്ന് ഓർത്ത് വെച്ചോണം. അതായത് കോളിലും കൽക്കരിയിലും നിന്നും നമുക്ക് മീഥൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ നമ്മൾ ഫയർ ഡാം എന്നാണ് പറയുന്നത്. പിന്നെ വുഡിനെ ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, വുഡ് നമ്മൾ തടിയെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും മീഥൈൻ ഗ്യാസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണക്കാരനുണ്ട്. ഇനി അതേപോലെ തന്നെ മീഥൈനെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എർത്തിന്റെ സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂട്ടുന്ന അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനാകുന്ന ഒരു ഗ്യാസ് ആണ് മീഥൈൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എർത്തിന്റെ സർഫസിൽ മീഥൈൻ ഗ്യാസ് ഉണ്ട്. അത് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ എർത്തിന്റെ സർഫസിൽ ട്രാപ്പ് ചെയ്ത് നിർത്തും.
അപ്പം ഈ അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ സൂര്യന്റെ വെട്ടം വരുമ്പോൾ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ ചൂട് കൂടുകയും ഐസ് ഉരുകി വെള്ളത്തിൽ വീഴുകയും കടലിൽ വീഴുകയും ആ കടലിലെ വെള്ളം കൂടി ഇപ്പൊ കരയുള്ളിടത്തെല്ലാം കടലിൽ വരികയും ചെയ്യും. അപ്പൊ ഇതാണ് അതിനകത്തെ ഒരു പ്രശ്നം. പിന്നെ ഈ മീഥേൻ ഗ്യാസ് ഒരു എക്സലന്റ് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഗ്യാസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുമ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ബ്യൂട്ടൈന, മനസ്സിലായി, നമ്മുടെ LPG എന്ന് പറയുന്നത്. അതേപോലെ മീഥേൻ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവിടെ ബ്യൂട്ടൈൻ അല്ല കിട്ടുന്നത്, പകരം മീഥേൻ ആണ് കിട്ടുന്നത്. നമ്മൾ ഈ കൗഡങ്, നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ, അതൊക്കെ നമ്മൾ ആ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഇട്ടിട്ട് അവിടെ നിന്നുണ്ടാകുന്ന വാതകം നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും, ഫ്യൂവലാണ്, മനസ്സിലായോ. പിന്നെ അതേപോലെ തന്നെ മീഥൈന് ഈ പറഞ്ഞ പോലെ തന്നെ പല അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി അങ്ങനെ പല ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പം വാട്ടർ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കുറെ ഇതിനുണ്ട്. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുമ്പോൾ അതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. അപ്പൊ അതിനുവേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. ഈ മീഥൈന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രൽ ആണെന്നുള്ള കാര്യം ആലോചിച്ചോണം. അതിന്റെ ഷേപ്പ് ടെട്രാഹൈഡ്രൽ ആണ്, ടെട്രാഹൈഡ്രൽ. അത് ഒന്ന് ഓർത്ത് വെച്ചോണം. എന്നിട്ട് അതിന്റെ ഷേപ്പ് വരുന്നത് എങ്ങനെയാണെന്നറിയോ? അടുപ്പ് കൂട്ടിയ പോലെ വരുന്നത്. ഇപ്പം ഒരു കാർബൺ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ അപ്പുറത്തെ സൈഡിൽ കണ്ടോ, അപ്പുറത്തെ, അത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ ഒരു ഹൈഡ്രജൻ മുകളിൽ. ശരിക്കും നമ്മൾ ഇന്നലെയൊക്കെ തന്നെ ഇങ്ങനെ വരച്ചത്, ഇങ്ങനെയല്ല ശരിക്കും ഇരിക്കുന്നത്. അതിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, കണ്ടോ, ഇതിനെയാണ് നമ്മൾ ടെട്രാഹൈഡ്രോൺ ഷേപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനെയാണ് ടെട്രാഹൈഡ്രോൺ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് അടുപ്പിന്റെ കാല് കൂട്ടിയ പോലെ 3 കാലും മുകളിലോട്ടൊരു കാലും. ഓക്കെ ആണല്ലോ. അതാണ് ടെട്രാഹൈഡ്രൽ. അവരുടെ ബോണ്ട് ആംഗിൾ, എല്ലാ ബോണ്ടിന്റെ ഇടയ്ക്കുള്ള, ഈ ബോണ്ടിന്റെ ഇടയ്ക്ക്, ഈ ബോണ്ടിന്റെ ഇടയ്ക്ക്, ഈ ബോണ്ടിന്റെ ഇടയ്ക്ക്, ഈ ബോണ്ടിന്റെ ഇടയ്ക്ക്, ഇനി ഇവര് തമ്മിലുള്ള ബോണ്ടിന്റെ ഇടയ്ക്ക്, ഈ ബോണ്ടിന്റെ ഇടയ്ക്കുള്ള എല്ലാ ആംഗിളും ടെട്രാഹൈഡ്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 109.5 ആണ്. 109.5 ആണ്. അത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. പ്രിപ്പറേഷൻ പഠിക്കാനല്ലേ? മീഥേന്റെ ഒക്കെ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ടല്ലോ, ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ, ഉണ്ടോടെ? ഇവിടെ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ടോന്ന്? ഓക്കെ, അപ്പം നോക്കൂ. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കാം. മീഥേന് ആദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം എഥനോയേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടിൽ നിന്നാണ്. അപ്പം പ്രിപ്പറേഷൻ ഓഫ് മീഥേൻ കൊടുക്കും. പ്രിപ്പറേഷൻ ഓഫ് മീഥേൻ കൊടുക്കാം. മീഥേൻ കൊടുക്കാം. അതിനകത്ത് ലാബ് പ്രിപ്പറേഷൻ ആണ്. ലാബ് പ്രിപ്പറേഷൻ കൊടുത്തു. ലാബ് പ്രിപ്പറേഷൻ ഓഫ് മീഥേൻ. ലാബ് പ്രിപ്പറേഷൻ ഓഫ് മീഥേനകത്ത് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ റിയാക്ഷൻ മാത്രം എഴുതുകയാണ്, എന്നിട്ട് ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുന്നു, ബോയിലിംഗ് ട്യൂബ് ചരിച്ചു വെക്കുന്നു, ചരിച്ചു വെച്ചിട്ട് ആ റിറ്റോർട്ട് സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രൂ ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത്, അതായത് ഈ ചരിച്ചു വെച്ചിരിക്കുന്ന ഈ ബോയിലിംഗ് ട്യൂബിനകത്ത് നമ്മൾ 2 റിയാക്റ്റന്റ് ആണ് എടുക്കുന്നത്. ഒന്ന് സോഡിയം എഥനോയേറ്റും സോഡിയം അസറ്റേറ്റ് എന്ന് പറയും. 2 സോഡ ലൈം എന്ന് പറയുന്നത്. സോഡ ലൈം എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളമല്ല, പറയാം എന്താന്ന് പറഞ്ഞുതരാം. ഇത് എന്ത് ചെയ്യുന്നറിയാമോ? ഇത് എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ ഈ ബോയിലിംഗ് ട്യൂബിന്റെ അടപ്പ് നമ്മൾ കോർക്ക് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കുകയാണ്. എന്നിട്ട് ആ ഹോളിനകത്തോട്ട് വേറൊരു പൈപ്പ്, ഡെലിവറി ട്യൂബ് കടത്തി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ചൂടാക്കുക, ചരിച്ചു വെച്ച് ചൂടാക്കുക. അപ്പൊ ചരിച്ചു വെച്ച് ചൂടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യും. അതായത് സോഡിയം എഥനോയേറ്റും സോഡ ലൈമും കൂടെ റിയാക്ട് ചെയ്തിട്ട് മീഥേൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ മീഥേന് നമ്മൾ കളക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കൊണ്ട് പറയണം. അപ്പം നോക്കിയോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ആ ലാബ് പ്രിപ്പറേഷനകത്ത് നമ്മൾ CH3COONA, ഇവന്റെ പേരാണ് സോഡിയം എഥനോയേറ്റ് എന്ന് പറയും. ഇവന് വേറൊരു പേരുകളുണ്ട്, എഥനോയേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സോഡിയം അസറ്റേറ്റ് എന്നും പറയും. അസറ്റേറ്റ്. അപ്പൊ സോഡിയം അസറ്റേറ്റിനെ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡ ലൈം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? NaOHും CaOയും കൂടെ മിക്സ് ചെയ്ത സാധനത്തിനാണ് സോഡ ലൈം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ റിയാക്ഷനകത്ത് NaOH ഇവിടെ എഴുതിയിട്ട് CaO ഇവിടെ എഴുതുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ CaO എഴുതാം, അല്ലെങ്കിൽ രണ്ടും എടുത്തിട്ട് then ഈ ഗീവ്സിന്റെ മണ്ടയ്ക്ക് എഴുതാം. എങ്ങനെ വേണേ എഴുതാം. ഓക്കെ ആണല്ലോ. നിങ്ങൾ ടെക്സ്റ്റിനകത്തെ പോലെ തന്നെ പറയാണ്. അപ്പൊ NaOHും CaOയും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് സോഡ ലൈം എന്ന് പറയുന്നത്. എന്നിട്ട് 300 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവിടെ സോഡിയം കാർബണേറ്റ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയോ? ഇതുണ്ട്, ഈ
എന്നെയും ഈ എന്നെയും ഈ സി ഈ ഒരു സിയും ഈ ഒരു ഒയും ഈ ഒരു ഒയും ഈ ഒരു ഒയും അപ്പൊ നോക്കിയേ ഇവർ ഇത്രയും പേര് കണ്ടോ ഇവർ ഇത്രയും പേര് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് സോഡിയം കാർബണേറ്റ് നോക്കിയോ Na2CO3 ആണല്ലോ. ബാക്കി ഈ എച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ എച്ച് നേരെ ഈ CH3യുടെ കൂടെ പോയിട്ട് കണ്ടോ CH4 ഉണ്ടാവും, മീഥേൻ ഉണ്ടായി. ഇനി ഇവരുടെ കളക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതായത് ഗ്യാസ് ആയിട്ടാണല്ലോ ഇവോൾവ് ചെയ്യുന്നത്. ഇതിനൊരു ഗ്യാസാ. ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് അല്ല ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് അല്ല ഗ്യാസ് ഇവോൾവ്ഡ് ഈസ് കളക്റ്റഡ് ബൈ downward displacement of water. downward displacement of water. downward displacement of water എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇത് വാട്ടറിനെക്കാട്ടും ലൈറ്ററാ, ഗ്യാസ് ആണല്ലോ. അപ്പൊ ഗ്യാസ് ബബിൾസ് എപ്പോഴും വാട്ടറിന് മുകളിലോട്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? വാട്ടറിനെ താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് കയറി പോകും. മനസ്സിലായി? ഇതല്ല ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ വാട്ടർ താഴോട്ട് പോയി ഇത് മുകളിലോട്ട് പോകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ബിക്കോസ് അല്ലെങ്കിൽ സിൻസ് ഇറ്റ് ഈസ് highly soluble in water. അല്ല സോറി, സിൻസ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി soluble in water. വാട്ടറിൽ soluble ആയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. സിൻസ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി, കുറച്ചേ soluble ആകത്തുള്ളൂ. soluble ആകുവാണെങ്കിലും ബബിൾസ് ആയിട്ട് മുകളിലോട്ട് അങ്ങ് പോകും soluble ആവാതെ. സിൻസ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി soluble in water and lighter than air. Lighter than air. ഓക്കെ, ഇത് ഇത്രയും പഠിച്ചാൽ മതി. അതിനകത്തുനിന്ന് ഒരു സെക്കൻഡ് ഒന്ന് ചാർജ് എടുക്കും. ഓക്കെ, അപ്പം ഇനിയും നമ്മൾ ലാബ് പ്രിപ്പറേഷൻ ഓഫ് ഈഥെയിനും കൂടെ എടുക്കുകയാണ്. ലാബ് പ്രിപ്പറേഷൻ ഓഫ് ഈഥെയിൻ. അവിടെ നമ്മൾ എടുക്കുന്നത് സോഡിയം പ്രൊപ്പനോയേറ്റ് എന്ന് പറയുന്ന ആളും സോഡ ലൈമും. അപ്പം നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ എടുക്കുന്നത് സോഡിയം പ്രൊപ്പനോയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം CH3COO ആണ് എടുക്കുന്നത്. അത് സോഡിയം മെഥനോയേറ്റ്, 2 കാർബണേ ഉള്ളൂ. അതുകൊണ്ടാണ് എത്ത് എന്ന് പറയുന്നത്. എത്ത്. ഇവിടെ എടുക്കാൻ പോകുന്നത് സോഡിയം പ്രൊപ്പനോയേറ്റ് ആണ്. പ്രൊപ്പനോയേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാം, CH3CH2COO ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് C2H5COO കണ്ടോ? ഇതിപ്പം 1 2 C2, ഇവിടെ 3 2 5 ഹൈഡ്രജൻ Hy, ബാക്കി COO. അപ്പൊ 2 രീതിയിലും എഴുതാം. അപ്പം ഞാൻ 2 രീതിയിൽ എഴുതി കാണിച്ചതേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കും? പ്ലസ് നമ്മൾ സോഡ ലൈമുമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് 2 രീതിയിലും എഴുതാൻ തുടങ്ങും. ടെക്സ്റ്റിനകത്ത് ഇതുപോലെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ എഴുതിയിട്ടേക്കണം സൈഡിൽ ഇങ്ങനെ എഴുതാം. പ്ലസ് എന്താണ്? നമ്മൾ സോഡ ലൈം എന്ന് പറയുമ്പോൾ എന്താ? NaOH കൂടെ എന്താണ്? CaO ആഡ് ചെയ്യുന്നത്. 300 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അപ്പം ഇവരെല്ലാം എന്ത് ചെയ്യും? ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് Na2CO3 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ അത് Na2CO3 ആയിട്ട് പോകുന്നു, സോഡിയം കാർബൺ. ബാക്കി ഈ C2H5 കൂടെ H കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അത് C2H6 ആയി. C2H6 നമുക്ക് CH3 എന്ന് എഴുതാം.
ഇങ്ങനെ എഴുതുമായിരുന്നെങ്കിൽ നമ്മൾ രണ്ട് ഇങ്ങനെയായിരുന്നു എഴുതുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഇങ്ങനെ എഴുതിയോണ്ടാണ് നമ്മൾ രണ്ട് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, C2H6 എന്ന് പറയുമ്പോൾ ഈതേന്റെ മോളിക്കുലാർ ഫോർമുലയാണ്. മനസ്സിലായോ? അപ്പൊ ഈതേൻ ഉണ്ടായി. ഇതാണ് ഈതേൻ. കണ്ടോ? ഈ ഈതേനെ നമ്മൾ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കളക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കളക്റ്റഡ് by downward displacement displacement of water. ഇനി നമ്മൾ അതിന്റെ അതർ മോഡ്സ് ഓഫ് പ്രിപ്പറേഷനെ പറ്റി പഠിക്കാൻ പോകണം. എങ്ങനെ വേറെ രീതിയിൽ ഇത് ലാബ് പ്രിപ്പറേഷൻ ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പം അതർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനകത്ത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. അയഡോമീഥൈനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മീഥേന ഉണ്ടാക്കാം. അയഡോമീഥൈനിൽ നിന്ന് നമുക്ക് എന്താണ് അയഡോമീഥൈൻ അല്ലെങ്കിൽ മീഥൈൽ അയഡൈഡ് എന്നും പറയും കേട്ടോ. അതായത് മീഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് അയഡോമീഥൈൻ. ഇവനെ അയഡോമീഥൈൻ എന്നും പറയാം, അയഡോമീഥൈൻ എന്നും പറയാം, അല്ലെങ്കിൽ മീഥൈൽ അയോഡൈഡ് എന്നും പറയാം, മീഥൈൽ അയോഡൈഡ് എന്നും പറയാം. രണ്ട് രീതിയിലും പറയാം. ഇതിനെ നമ്മൾ ഒരു നേസെന്റ് ഹൈഡ്രജനുമായിട്ട്, നേസെന്റ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു ഹൈഡ്രജൻ ഇട്ടാൽ മതി. ഇങ്ങനെ ഇത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജനാണ്. റിയാക്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവനെ നേസെന്റ് ഹൈഡ്രജൻ എന്ന് പറയും. NaCN. നമ്മൾ പലപ്പോഴായിട്ട് നേസെന്റ് ഓക്സിജൻ, നേസെന്റ് ക്ലോറിൻ ഒക്കെ പല ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. നേസെന്റ് ഓക്സിജൻ അല്ല, ഇത് നേസെന്റ് ഹൈഡ്രജൻ. ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? CH4+, അതായത് ഒരു H വന്ന് ഈ 2 H ഉണ്ട്, ഒരു H വന്നിട്ട് ഈ സിന്റെ കൂടെ ചേരുന്നു, ബാക്കി ഒരു H വന്നിട്ട് ഈ അയുമായിട്ട് ചേരുന്നു. ഓക്കെ, അപ്പൊ എന്നിട്ട് HI ഉണ്ടാകും, HI. ഇതിനെയും ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം അവിടെ എന്താണ് അയഡോ ഈതേനോ അല്ലെ ബ്രോമോ ഈതേനോ പോലുള്ള ഇത് ഏത് വേണേ ആവാം കേട്ടോ. ഇപ്പൊ ഞാൻ അയഡോ മീതേൻ എടുത്തതേ ഉള്ളൂ. ക്ലോറോ മീതേൻ ആവാം, ബ്രോമോ മീതേൻ ആവാം, ഫ്ലൂറോ മീതേൻ ആവാം, ഏത് വേണേ ആവാം. ഓക്കെ ആണല്ലോ. ഞാൻ അടുത്ത് എടുക്കാൻ വന്നപ്പോൾ ഈതേനെ നമുക്ക് വേണമെങ്കിൽ ക്ലോറോ ഈതേൻ വെച്ചിട്ട് അല്ല ബ്രോമോ ഈതേൻ വെച്ചിട്ട് ചെയ്യാം. അതായത് C2H5Br ഇതാണ് ബ്രോമോ ഈതേൻ. ഓക്കെ, ഇത് ബ്രോമോ ഈതേൻ, ബ്രോമോ ഈതേൻ അല്ലെങ്കിൽ ഈതൈൽ ബ്രോമൈഡ് എന്നും പറയാം, ഈതൈൽ ബ്രോമൈഡ് എന്നും പറയാം. ഈ ഈതൈൽ ബ്രോമൈഡിനെ നമ്മൾ നേസെന്റ് ഹൈഡ്രജൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഹൈഡ്രജൻ C2H5 കൂടെ പോയിട്ട് അത് C2H6 ആവും, പ്ലസ് മറ്റേത് HBr ആയിട്ട് മാറും. കണ്ടോ? അപ്പൊ ഇത് ഈതൈനായി. കണ്ടോ? ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നേസെന്റ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. nascent hydrogen produced by the action of zinc powder with dilute HCl or zinc copper couple in alcohol. അതായത് അത് വേണമെങ്കിൽ ഒന്ന് എഴുതി ഇട്ടേക്കണം. എന്താണെന്നറിയോ? nascent hydrogen is produced by the action of zinc powder and dilute HCl or ZnCu in alcohol. ഒന്നെങ്കിൽ സിങ്ക് HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിങ്ക് കോപ്പർ കപ്പിള് ആൽക്കഹോളിനകത്ത് മിക്സ് ചെയ്താലോ എന്തുണ്ടാവും? ഈ നേസെന്റ് ഹൈഡ്രജൻ ഉണ്ടാവും. ഇനിയും അലൂമിനിയം കാർബൈഡിനകത്ത് വാട്ടർ ആഡ് ചെയ്താലും മീഥേൻ ഉണ്ടാവും. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. അലൂമിനിയം കാർബൈഡ് എന്ന് പറയുമ്പോൾ Al4C3 ഇതാണ് അലൂമിനിയം കാർബൈഡ്. അലൂമിനിയം കാർബൈഡ്. അലൂമിനിയം കാർബൈഡിനകത്ത് വാട്ടർ മിക്സ് ചെയ്താലും H2O മിക്സ് ചെയ്താലും നമുക്ക് മീഥേൻ ഉണ്ടാവും. അതിന്റെ കൂടെ അലൂമിനിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും. കാരണം എന്തായാലും ഈ Al വാട്ടറിനകത്തുള്ള OH ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് AlOH ത്രൈസ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോണം. ബാലൻസ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 12 കൊടുക്കണം, 24, ഇവിടെ 3, ഇവിടെ 4. ഇത് precipitate ആണ്, ഡൗൺ ആരോ. ഇത് ഇവല്യൂഷൻ ഓഫ് ഗ്യാസ് ആണ്, അപ്പ് ആരോ. ഇനിയും അടുത്തൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയും. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് സോഡിയം മെറ്റൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം
വെൻ നമുക്ക് വേണമെങ്കിൽ വുഡ്സ് റിയാക്ഷൻ WURTZ വുഡ്സ് റിയാക്ഷൻ എഴുതാം. ഈ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ആൽക്കൈൽ ഹാലൈഡ്, അതായത് ഇപ്പൊ CH3I എടുക്കാം, CH3I. ഇതിനെ സോഡിയമായിട്ട് 2 മോളിക്കൂൾ എടുക്കണേ, ഒരു മോളിക്കൂൾ എടുത്തിട്ട് കാര്യമില്ല, 2 മോളിക്കൂൾ എടുക്കണം. ഈ 2 മോളിക്കൂൾ എടുത്തിട്ട് സോഡിയമായിട്ട് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് നോക്കി, ഇത് CH3 എന്ന് പറഞ്ഞ രണ്ട് CH3 തന്നെ ഇങ്ങനെ ആവും, CH3 പ്ലസ് ഇവിടെ രണ്ട് സോഡിയം ഉണ്ട്, ഈ 2 സോഡിയം ഈ 2 അയഡിനെയും കൊണ്ട് പോയിട്ട് 2NaI ഉണ്ടാവും. ഇത് പഠിക്കാൻ എളുപ്പവും വഴി പറഞ്ഞുതരാം. ഈ 2 CH3I അല്ലേ, അപ്പൊ CH3I ഇങ്ങനെയാണ് ഈ രണ്ടെണ്ണം ഇരിക്കുന്നത്. ഓക്കെ, പ്ലസ് 2 സോഡിയമാണ്, 2 സോഡിയം ഇങ്ങനെ എഴുതാം. ഡ്രൈ ഈതറിനോട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കി, ഇത് ഇവിടെ ഒന്ന് കട്ടായി പോകും, ഇത് ഇവിടെ ഒന്ന് കട്ടായി പോകും, ഇത് കട്ടായിട്ട് ഇത് അങ്ങ് ചേരും, കണ്ടോ, 2NaI കണ്ടോ, 2NaI, ബാക്കി കണ്ടോ ഇവര് മാത്രം, കണ്ടോ അവര് മാത്രം, കണ്ടോ, അപ്പൊ ഈതേനായി, ഇത് അയഡോമീതേൻ. ഓക്കെ, ഇതിനാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന റിയാക്ഷനെ നമ്മൾ എന്താണ് ഇതെന്ന് പറയും. ഇവിടെ ഓർത്തോണം, ഓഡ് നമ്പർ ഓഫ് കാർബൺ ഉള്ള റിയാക്റ്റന്റിൽ നിന്ന് ഈവൻ നമ്പർ ഓഫ് കാർബൺ ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഇത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒറ്റ CH3I എന്ന് പറയുമ്പോൾ മീതേൻ കണ്ടോ, ഒറ്റ CA ഉള്ളൂ. അത് പക്ഷെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ 2 എടുത്തത്, 2 മോളിക്കൂൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടോ 2 കാർബൺ ആയതുകൊണ്ട്, അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടിൽ നിന്ന് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ റിയാക്ഷൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും ഇത്രയുമുള്ള അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളർലെസ് ആണ്, അതേപോലെ തന്നെ ഓർഡർലെസ് ആണ്, അതേപോലെ തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -183 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -162 ഡിഗ്രി സെൽഷ്യസ് ആണ്. 162 ഡിഗ്രി സെൽഷ്യസ് രണ്ടും നെഗറ്റീവാണ്. പിന്നെ നെഗ്ലിജിബിളി സോലുബിൾ ആണ്, വളരെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യത്തുള്ളൂ, വാട്ടർ സോലുബിൾ ആകത്തുള്ളൂ, സോലുബിൾ ഇൻ വാട്ടർ ആണ്. പക്ഷെ ഓർഗാനിക് സോൾവെന്റിനകത്ത് സോലുബിൾ ആവും, അതായത് ബെൻസീന് പോലെയുള്ള ഓർഗാനിക് സോൾവെന്റിനകത്ത് സോലുബിൾ ആവും, ബട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്. ഇനി ഇതേപോലെ തന്നെ ഇത് മീതേന്റെ ആണ്, ഇത് മീതേൻ, അതൊന്ന് മെൻഷൻ ചെയ്തേക്കണം, ഇത് മീതേന്റെ ആണ്. ഇനി ഈതേൻ വരുന്ന സമയത്ത് അതും എന്ത് തന്നെയാണ്, അതും കളർലെസ് ആണ്, അതേപോലെ തന്നെ ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, അതേപോലെ തന്നെ നോൺ പോയിസണസ് ആണ്, അതേപോലെ തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് -172 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് -89 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും അതേപോലെ തന്നെ സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. സ്പാരിംഗ്ലി മീൻസ് സ്ലൈറ്റ്ലി, സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ.
ഓക്കെ, അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് എഴുതിക്കോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീരും. കെമിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇത് ഓരോ ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ആലോചിച്ചോണം, മീഥേനും ഈഥേനും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അത് ബേസുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ബേസുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. പിന്നെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. അതേപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള സോഡിയം മെറ്റലുമായിട്ടും എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. അപ്പം ഒന്ന് ഓർത്ത് വെച്ചോണം, അതായത് ബേസുമായിട്ടും അതേപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് റെഡ്യൂസിങ് ഏജന്റ്, ചില റെഡ്യൂസിങ് സോഡിയം മെറ്റൽ പോലുള്ള റെഡ്യൂസിങ് ഏജന്റുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി കമ്പഷൻ ആണ്. കമ്പഷനകത്ത് ഒന്നാമത്തേത് കംപ്ലീറ്റ് കമ്പഷൻ. കംപ്ലീറ്റ്ലി കത്തുവാണെങ്കിൽ, കമ്പഷൻ മീൻസ് കത്തിക്കുക, കംപ്ലീറ്റ് കമ്പഷൻ നടക്കുവാണെങ്കിൽ, ഒന്നുമില്ല, നമ്മൾ ഇപ്പം മീഥേൻ എടുത്തിട്ട് കത്തിക്കുവാണെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിലാണ് കത്തിക്കുന്നത്. കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്, പ്ലസ് വാട്ടർ ഉണ്ടാവും. ബാലൻസ് ചെയ്യണം, ബാലൻസ് ചെയ്തിട്ടില്ല. അതേപോലെ ഈഥേൻ ആണെങ്കിലും C2H6 എടുത്തിട്ട് കത്തിക്കുവാണെങ്കിൽ ഓക്സിജനിലാണ് കത്തിക്കുന്നത്, അപ്പോഴും ഒന്നുണ്ടാവും, അപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണ് ഉണ്ടാകുന്നത്. ബാലൻസ് ചെയ്യണം, ബാലൻസ് ചെയ്തിട്ടില്ല. ഇവിടെ 4 വരും, ഇവിടെ 2 കൊടുക്കാം, 2 4, ഓക്സിജൻ 2, ഇവിടെ 4 8, ഇവിടെ 2 കൊടുത്താൽ ഇവിടെ 5 കൊടുക്കാം, 4 12, അല്ലല്ലോ ഇവിടെ 6 കൊടുക്കേണ്ടി വരും, 6 ഇവിടെ 7 കൊടുക്കേണ്ടി വരും. ഇനി മുകളിലാകുമ്പോഴത്തേക്കും ഇവിടെ 2 കൊടുക്കണം, അതേപോലെ തന്നെ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇത് കംപ്ലീറ്റ് കമ്പഷനാണ്. എന്നാൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ, അതായത് ഓക്സിജന്റെ ആബ്സെൻസിലാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ, ഓക്സിജന്റെ ആബ്സെൻസിൽ മീൻസ് ഓക്സിജൻസിന്റെ ലിമിറ്റഡ് സപ്ലൈയിലാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ, അതിനാണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിലാണ് നമ്മൾ ഇത് കത്തിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകത്തില്ല, പകരം കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം കരി ഉണ്ടാവും, മനസ്സിലായോ? വീണ്ടും അതായത് കറുത്ത, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് പാത്രത്തിന്റെ അടിയിൽ കരി ഉണ്ടാകത്തില്ല. അത് ശരിക്കും അവിടെ അടുപ്പിനകത്ത് അല്ലെങ്കിൽ ഈ വിറകൊക്കെ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് ഓക്സിജൻ കിട്ടത്തില്ല. കാരണം ഒരു വിറകിന് മണ്ടയ്ക്ക് ഒരു വിറക് ഇങ്ങനല്ലേ വെക്കുന്നത്, അപ്പം അവിടെ പുകയായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. അല്ലെ നനഞ്ഞ തടി, ഇതൊക്കെ നല്ലതായിട്ട് കത്തത്തില്ല, ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടത്തില്ല അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടന്നിട്ട് അവിടെ കാർബൺ കരി ആയിരിക്കും ഉണ്ടാകുന്നത്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ഈ ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം, CH4 പ്ലസ് O2 gives ഇൻകംപ്ലീറ്റ് ഓക്സിജൻ ആണെങ്കിൽ CO ആയിരിക്കും ഉണ്ടാകുന്നത്, പ്ലസ് എത്രയാ, H2O. അപ്പൊ ഇവിടെ ഓക്സിജൻ ലിമിറ്റഡ് ആണ്, ഓക്സിജൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണ്. ഇനിയും അതേപോലെ ഇത് തന്നെ C2H6 പ്ലസ് O2, ഇത് ഓക്സിജൻ ലിമിറ്റഡ് ആണ്. ഇത് ലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോണം, ലിമിറ്റഡ്. ഇതും ലിമിറ്റഡ് ആണ്, ഇതും ലിമിറ്റഡ് ആണ്. ഈ രണ്ട് കേസിൽ ലിമിറ്റഡ് ആണ്. അപ്പോഴും കാർബൺ മോണോക്സൈഡും വാട്ടറും ആണ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയും ഒത്തിരി കുറവാണ് ഓക്സിജൻ എങ്കിൽ, ഓക്സിജൻ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ മീഥേൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെയായിരിക്കും നടക്കുന്നത്, വെറും കാർബണും H2O ഉണ്ടാവും. കണ്ടോ, ഇതാണ് സൂട്ട്. ഇപ്പോഴാണ് കരി ഉണ്ടാകുന്നത്, സൂട്ട്, കരി. ഒത്തിരി കുറവാണെങ്കിൽ, വളരെ കുറവാണെങ്കിൽ, നമുക്ക് ഈ ചില ഹോട്ടലിലൊക്കെ, ഈ പഴയ ഹോട്ടലിലൊക്കെ അകത്തോട്ട് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഓടൊക്കെ ഇട്ട ഹോട്ടലിലെ, അപ്പൊ അതിന്റെ വളരെ ചെറിയ റൂം ആയിരിക്കും അടുക്കളയ്ക്ക്. അപ്പം അത് അടുപ്പ് മാത്രമല്ല, അത് വിറകടുപ്പ് വെച്ചിട്ടായിരിക്കും കത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അത് ഭിത്തിയിലൊക്കെ കരിയായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അവസ്ഥ അവിടെ ഉണ്ടാകുന്നത്. കാരണം അന്നാത് അടഞ്ഞു കിടക്കുന്നതാണ്, എയർ സർക്കുലേഷൻ വളരെ കുറവാണ്. മാത്രമല്ല എന്താണ്, ഓക്സിജൻ ഈ തടി കൂടുതൽ ഒത്തിരി വെക്കും, കൂടുതൽ, അതായത് എപ്പോഴും വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടുതൽ തടി അങ്ങ് വെച്ചു. അപ്പം ഒരു ഏറ്റവും അടി കിടക്കുന്ന തടി കൃത്യം ഓക്സിജന്റെ പ്രസൻസിൽ അല്ലായിരിക്കും കത്തുന്നത്, ഓക്സിജൻ വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ നമുക്ക് ഈ സൂട്ട് അതിന് ആപ്ലിക്കേഷനും ഉണ്ട് കേട്ടോ. കാരണം അതിനെ നമ്മൾ ടയറിന്റെ മാനുഫാക്ചറിനും അതേപോലെ തന്നെ പ്രിന്റിംഗ് ഇങ്കിന്റെ മാനുഫാക്ചറിന്, കൺമഷിയുടെ മാനുഫാക്ചറിനൊക്കെ വേണ്ടി ഈ റിയാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ മീഥൈനെ വളരെ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന കരി, കാർബൺ എന്ന് പറയുന്ന ഇതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പം അത് വേണേൽ എഴുതിക്കോ താഴോട്ട്, സൂട്ട് ഈസ് യൂസ്ഡ്
in the manufacture of printing inks and tires. അടുത്ത നോക്കിക്കോളൂ, രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ കമ്പഷൻ ആണ് പഠിച്ചത്, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഇപ്പം നിങ്ങൾക്ക് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്ക് തീരാൻ കാണും. അപ്പൊ നിങ്ങളുടെ PT പീരീഡ്, PT മീൻസ് മറ്റേ നിങ്ങളുടെ എന്താണ് സ്പോർട്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗെയിംസിന്റെ അവർ എന്ത് ചെയ്യും, വേറൊരു ടീച്ചർ, പ്രത്യേകിച്ച് മാത്സ് ടീച്ചർ വന്ന് എടുക്കുമായിരിക്കും അല്ലേ, കാരണം ടോപ്പിക്ക് തീരാനുണ്ടെങ്കിൽ എടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് വരും, അല്ലെങ്കിൽ ഒരു ടീച്ചർ വന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വരും, മനസ്സിലായോ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് നമുക്കിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ ഇതിനെ വിടർത്തി എഴുതുകയാണ്, അതായത് CH4 ഇത് ക്ലോറിനുമായിട്ട് റിയാക്റ്റീവ് ആണ്, Cl2. എന്ത് സംഭവിക്കുന്നത്, ക്ലോറിൻ, 2 ക്ലോറിൻ ഉണ്ടല്ലോ, ഇതിവിടെ നമ്മളൊരു സൺലൈറ്റിന്റെ പ്രസൻസിലായിരിക്കും, ഡിഫ്യൂസ്ഡ് സൺലൈറ്റിന്റെ പ്രസൻസിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 600 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കും, സൺലൈറ്റ് അഥവാ 600 കെൽവിൻ ടെമ്പറേച്ചർ. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, ക്ലോറിൻ 2 മോളിക്കൂൾ ഉള്ളതുകൊണ്ട്, 2 ആറ്റം ഉള്ളതുകൊണ്ട് തന്നെ അവരെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി എനർജി വേണം, അതിനാണ് സൺലൈറ്റോ ടെമ്പറേച്ചറോ കൊടുക്കുന്നത്. ഇത് പൊട്ടും, ഇതിലേതെങ്കിലും ഒരു ബോണ്ടും പൊട്ടും. ഇത് പൊട്ടിയിട്ട് ഒരു ക്ലോറിൻ തന്നെ ഇവിടെ വരികയും ഇവിടുത്തെ ഹൈഡ്രജൻ തന്നെ ഈ ക്ലോറിലൂടെ പോയിട്ട് കണ്ടോ ക്ലോറോമീഥൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്. Cl പ്ലസ് എന്താണ് HCl. ഇതിനെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, CH4 പ്ലസ് Cl2 gives CH3Cl പ്ലസ് HCl. കണ്ടോ, ഇങ്ങനെ എഴുതേണ്ടി വരും. ഇത് മുകളിൽ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ ശരിയാണ്, അതേപോലെ. എന്നാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് മീഥേൻ എടുത്തു, ആ പാത്രത്തിനകത്ത് ക്ലോറിൻ ഒഴിച്ചു. അപ്പൊ അതിനകത്ത് ലക്ഷക്കണക്കിന് മീഥേൻ മോളിക്കൂളും ഉണ്ട്, ലക്ഷക്കണക്കിന് ക്ലോറിൻ മോളിക്കൂളും ഉണ്ടെന്ന് വിചാരിക്കുക. സൺലൈറ്റ് ആ പാത്രം കൊണ്ട് വെയിലത്ത് വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കും, ആ പാത്രത്തിനകത്ത് തന്നെ അല്ലേ ഇത് ഉണ്ടാകുന്നത്, ആണല്ലോ, ഇതും ഉണ്ടാകുന്നത്. ഇപ്പൊ ആ പാത്രത്തിനകത്ത് ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 4 ആൾക്കാരാണുള്ളത്. ഒന്ന് മീഥേൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അതായത് ഇപ്പൊ 1,00,000 മീഥേനും 1,00,000 ക്ലോറിനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1,00,000 മോളിക്കൂളും അപ്പപ്പോ തന്നെ തമ്മിൽ റിയാക്ട് ചെയ്തില്ല. അതിൽ 10ഓ 20ഓ മോളിക്കൂൾ, അല്ലെങ്കിൽ ഒരു 5,000ഓ 10,000ഓ മോളിക്കൂൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, തമ്മിൽ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ റിയാക്ട് ചെയ്യാത്ത മീഥേനും അതിനകത്തുണ്ട്, റിയാക്ട് ചെയ്യാത്ത ക്ലോറിനും അതിനകത്തുണ്ട്. എന്നാൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്ത ക്ലോറോ മീഥേനും അതേപോലെ തന്നെ HCl അവിടെ ഉണ്ടാവും അല്ലേ. അപ്പൊ അത് വീണ്ടും സൺലൈറ്റിനകത്തായിരിക്കുന്നത്. സൺലൈറ്റിനകത്ത് ഇരിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം, അടുത്ത CH ബോണ്ട് വേണേ പൊട്ടാം. കണ്ടോ, ഈ ബോണ്ട് വേണേ പൊട്ടിയിട്ട് അവിടെ ക്ലോറിൻ ആഡ് ആവാം. അപ്പൊ വേണമെങ്കിൽ ഇതിനകത്ത് റിയാക്ഷൻ നടക്കാം ഇങ്ങനെ, അതായത് CH3Cl ഇപ്പൊ അതിനകത്ത് ഉണ്ടായി കിടക്കുവാണ്. അത് റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന ക്ലോറിനുമായിട്ട് വീണ്ടും എന്ത് ചെയ്യാം, സൺലൈറ്റിൽ തന്നെ അല്ലേ ഇതിരിക്കുന്നത്, റിയാക്ട് ചെയ്യുമ്പോൾ അടുത്തത് ഈ ബോണ്ട് പൊട്ടാം. ഇതിനകത്ത് ഈ ക്ലോറിന്റെ കണ്ടോ, ഈ 2 ക്ലോറിൻ ഉണ്ട്, ഈ ബോണ്ടും പൊട്ടിയിട്ട് അടുത്ത ക്ലോറിൻ വേണ്ടി ഇവിടെയും ഈ ക്ലോറിൻ വേണ്ട, അല്ല സോറി 2 ക്ലോറിൻ പൊട്ടിയിട്ട് ഓക്കെ, ഇവിടെ ഒരെണ്ണം പൊട്ടിയിട്ട് ഒരു ക്ലോറിൻ ഇവിടെയും വരാം, ഈ പോയ ഹൈഡ്രജൻ തന്നെ ഈ ക്ലോറിനും കൂടെ വരാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കോമ്പൗണ്ട് അതിനകത്ത് വീണ്ടും ഉണ്ടാവും. ഇവിടെ ഒരു Cl വന്ന്, ഇവിടെ ഓൾറെഡി ഒരു Cl ഉണ്ട്, ഇവിടെ ഒരു H, ഇവിടെ ഒരു H പ്ലസ് എന്താ HCl. ഇവന്റെ പേര് ക്ലോറോമീഥൈൻ എന്നാണ്, മീഥൈൻ എന്നാണ്. ഓക്കെ, ഇവന്റെ പേര് വരുമ്പോൾ എന്ത് വരും എന്നറിയോ, ഡൈക്ലോറോമീഥൈൻ വരും. ഓക്കെ, വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ പാത്രത്തിനകത്ത് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന, റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന മീഥേൻ ഉണ്ട്, റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന ക്ലോറിൻ ഉണ്ട്, റിയാക്ട് ചെയ്ത് ഫോം ചെയ്ത ക്ലോറോമീഥേൻ ഉണ്ട്, HCl ഉണ്ട്, പിന്നെ ഈ സ്റ്റെപ്പിൽ ഫോം ചെയ്ത ഡൈക്ലോറോമീഥേനും ഉണ്ട്. ഇനി ഈ ഡൈക്ലോറോമീഥേൻ ഇതെല്ലാം വെയിലത്തല്ലേ ഇരിക്കുന്നത്, ഡൈക്ലോറോമീഥേന്റെ വേണ്ടി ഈ ഹൈഡ്രജൻ വേണേലും പൊട്ടിയിട്ട് വീണ്ടും റിയാക്ഷൻ നടക്കാമല്ലോ. അങ്ങനെ മൂന്നാമത്തെ റിയാക്ഷൻ അതിനകത്ത് പോസിബിൾ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ H, ഇത് വീണ്ടും Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. സൺലൈറ്റ് ഉണ്ട് ഇല്ലേ, സൺലൈറ്റ്. അപ്പൊ അടുത്ത ഈ ബോണ്ട് പൊട്ടിയിട്ട് ഒരു ക്ലോറിൻ വേണ്ടി ഇവിടെയും ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ വേണ്ടി ഇവിടെയും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന Cl, H പ്ലസ് HCl. ഇവന്റെ പേര് ട്രൈക്ലോറോമീഥൈൻ എന്നാണ്. അപ്പൊ നാലാമത്തെ പ്രോഡക്റ്റ് ഉണ്ടായി അതിനകത്ത് അല്ലെ, എക്സ്ട്രാ ആയിട്ടുള്ള നാലാമത്തെ.
ഇനി ഇവന് ഈ ഉണ്ടായത് ആ പാത്രത്തിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇവൻ വീണ്ടും അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാം. സൺലൈറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം Cl 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 ഇവിടെ H പ്ലസ് Cl2 ഇത് എന്താണ് സൺലൈറ്റ്. അപ്പൊ ഇവിടെ ഇത് പൊട്ടിയിട്ട് ഈ ക്ലോറിൻ ഒരെണ്ണം ഇവിടെ വരാം, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടും വരാം. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ Cl ഇവിടെ Cl ഇവിടെ Cl ഇവിടെ Cl പ്ലസ് എത്ര HCl. കണ്ടോ, ഇവന്റെ പേര് ടെട്രാക്ലോറോമീഥേൻ ആണ്. ടെട്രാക്ലോറോമീഥേൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയും. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയും. ഇനിയും ഈ ട്രൈക്ലോറോമീഥേന് വേറൊരു പേരും കൂടെ പറയും, ക്ലോറോഫോം. നമ്മൾ ബോധം കെടുത്താനൊക്കെ അനസ്തീഷ്യക്കൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ക്ലോറോഫോം എന്ന് പറയുന്നത്. ക്ലോറോഫോം. ഇത് ഇതുപോലെ വിടർത്തി എല്ലായിരിക്കും തരുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പോലെ ചുരുക്കിയായിരിക്കും തരുന്നത്, കണ്ടൻസ്ഡ് ആക്കി ആയിരിക്കും എപ്പോഴും തരുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതിക്കോണം. ഈ സെയിം സാധനം തന്നെ ഈഥേനും സംഭവിക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇത് തന്നെ നമ്മുടെ C2H5ന് C2H6നെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ഇത്രയും ഹൈഡ്രജനെ എല്ലാം മാറ്റണം. ആദ്യം ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വരും. അപ്പൊ അത് C2H5Cl എന്നായിരിക്കും. അടുത്തത് C2H4Cl2 എന്ന് വരും. അടുത്ത C2H3Cl3 എന്ന് വരും. അടുത്ത C2H2Cl4 എന്ന് വരും. അടുത്ത C2HCl5 എന്ന് വരും. അടുത്ത C2H ഇല്ല, പിന്നെന്താ, ഫുൾ Cl6 ആകണ്ട, C2Cl6. ഇത് ഹെക്സാക്ലോറോ ഈഥേൻ എന്നൊക്കെയാ പറയാം. അപ്പം അത് ഓർത്ത് വെച്ചേക്ക്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള പഠിച്ചിരിക്കുക. ഓരോ ഹൈഡ്രജനും ഇതേപോലെ തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എല്ലാ ആൽക്കെയിനും ക്ലോറിനുമായിട്ടും ബ്രോമിനുമായിട്ടും അയഡിനുമായിട്ടും റിയാക്ട് ചെയ്യുന്ന സെയിം മാനർ ആണ്. അപ്പോൾ ഇപ്പോൾ ക്ലോറിന് പകരം അയഡിൻ വന്നാലും ബ്രോമിൻ വന്നാലും സെയിം ഇതുപോലെ തന്നെ എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇനിയും അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് ആൽക്കെയിൻ ആണ്. മൂന്നാമത്തെ റിയാക്ഷൻ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് ആൽക്കെയിൻ. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിജനെ ആഡ് ചെയ്യുക, അതാണ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. ഒന്നുമില്ല, CH4ന്റെ കൂടെ CH4 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പറാണ്. ടെമ്പറേച്ചർ 475 കെൽവിൻ കൊടുക്കുന്നുണ്ട്. പ്രഷർ 120 അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവും അറിയാമോ? നേരത്തെ ഓക്സിഡേഷൻ നടത്തി കാറ്റലിസ്റ്റിന്റെ അല്ലാതെ നോർമൽ ഓക്സിഡേഷൻ നടത്തിയപ്പം കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ സിംപ്ലി കാർബണും ഒക്കെയാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തുമ്പോൾ CH3OH മെത്തനോൾ ആയിരിക്കും ഉണ്ടാകുന്നത്. മെത്തനോൾ ആൽക്കഹോൾ ഉണ്ടാവും. ഇനിയും ഇത് കോപ്പറിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ മെഥനോൾ. ഇനി ഈ സെയിം CH4നെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണം. പക്ഷെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് MnO എന്ന് പറയുമ്പോൾ മൊളിബ്ഡനം ഓക്സൈഡ്, MOO ആണ്. MO മൊളിബ്ഡനം ഓക്സൈഡ് എന്ന് പറയുന്നത്. മൊളിബ്ഡനം ഓക്സൈഡ് ഇതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ മെത്തനാൽ ആയിരിക്കും ഉണ്ടാകുന്നത്. HCHO ആയിരിക്കും ഉണ്ടാകുന്നത്. മെത്തനാൽ. ഇനി ഈ സെയിം റിയാക്ഷൻ തന്നെ, അതായത് CH4നെ നമ്മൾ ഓക്സിജനുമായിട്ട് ഓക്സിഡേഷൻ ചെയ്യാണ്. പക്ഷെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് Mn ആണ്, മാംഗനീസ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് HCOOH എന്ന് പറയുന്ന മെത്തനോയിക് ആസിഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ കൂടെ പക്ഷെ വാട്ടർ കൂടെ ഉണ്ടാവുമേ.
ഇതിന്റെ ഈ രണ്ടാമത്തെ രണ്ട് കേസിലും വാട്ടർ കൂടെ ഉണ്ടാവും, +H2O ഉണ്ടാവും, ഇവിടെയും +H2O ഉണ്ടാവും. ഇത് മെത്തനോയിക് ആസിഡ് ആണ്, മെത്തനോയിക് ആസിഡ്. ഇത് മീഥേന്റെ കേസാണ്. ഇനി ഈഥേനും ഇതേപോലെ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തുവാണെങ്കിൽ ഇപ്പം C2H6നെ ഓക്സിഡേഷൻ നടത്തുകയാണ്. കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ ആണ്, ആദ്യത്തെ പോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഈഥയിൽ ആൽക്കഹോൾ ഉണ്ടാവും, അല്ലെങ്കിൽ എഥനോൾ ഉണ്ടാവും, C2H5OH ഉണ്ടാവും. മീഥേൻ പോലെ മെഥനോൾ ഉണ്ടായ പോലെ തന്നെ ടെമ്പറേച്ചർ സെയിം തന്നെ, 475 കെൽവിന് 120 ATM പ്രഷർ. ഇനിയും ഈ C2H6നെ ഓക്സിഡേഷൻ നടത്തുകയാണ്. അവിടെ മൊളിബ്ഡനം ഓക്സൈഡ് MOO ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് അസറ്റാൽഡിഹൈഡ് അഥവാ എഥനാൽ ആയിരിക്കും ഉണ്ടാകുന്നത്. CH3CHO ആയിരിക്കും ഉണ്ടാകുന്നത്, +H2O ഉണ്ടാവും. ഇവനെ നമ്മൾ അസറ്റാൽഡിഹൈഡ് എന്നും എഥനാൽ എന്നും പറയും. അസറ്റാൽഡിഹൈഡ് അവന്റെ കോമൺ നെയിം, വീട്ടിൽ വിളിക്കുന്ന പേര് എഥനാൽ എന്നും പറയും. ഇനി ഈ C2H6നെ നിങ്ങൾ ഓക്സിഡേഷന് വിധേയമാക്കുകയാണ്. ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഇവിടെ പ്ലാറ്റിനം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലാറ്റിനം ആണ്. മറ്റൊരു MnM ആണെങ്കിൽ അവിടെ ഒരു എന്താണ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ഉണ്ടാകുന്നത്, അതായത് CH3COOH ഉണ്ടാവും, അതായത് അസറ്റിക് ആസിഡ് അഥവാ എഥനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ് അഥവാ എഥനോയിക് ആസിഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനിയും സ്ലോ കമ്പഷൻ നടത്തുവാണെങ്കിൽ, പെതുക്കെ കത്തിക്കുവാണെങ്കിൽ, വളരെ പെതുക്കെ സ്ലോ പ്രോസസ്സിൽ കത്തിക്കുവാണെങ്കിൽ എന്താണ് റിയാക്ഷൻ? അതാണ് നാലാമത്തെ റിയാക്ഷൻ, സ്ലോ കമ്പഷൻ. അതും കൂടെ എഴുതാം, സ്ലോ കമ്പഷൻ. സ്ലോ കമ്പഷൻ. സ്ലോ കമ്പഷൻ എന്ന് പറയുമ്പോൾ ജനറലി ഓർത്തോണം, ഒരു ആൽക്കെയിനെ, അത് ഏതായിക്കോട്ടെ, ഈഥേൻ ആയിക്കോട്ടെ, മീഥേൻ ആയിക്കോട്ടെ, പ്രൊപ്പൈൻ ആയിക്കോട്ടെ, ബ്യൂട്ടൈൻ ആയിക്കോട്ടെ, ആൽക്കെയിനെ സ്ലോ ഓക്സിഡേഷൻ ചെയ്താൽ ആദ്യം ആൽക്കഹോൾ ഉണ്ടാവും. അതിനെ വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുമല്ലേ, വീണ്ടും കമ്പഷൻ നടത്തിക്കൊണ്ടിരിക്കുമല്ലേ. സ്ലോ കമ്പഷൻ ആണ്, ഓക്സിഡേഷൻ അല്ല. അതിനെ വീണ്ടും കത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആദ്യം പിന്നെ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. വീണ്ടും അത് സ്ലോ കമ്പഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. വീണ്ടും അത് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീഥേൻ എടുക്കുകയാണെങ്കിൽ, മീഥേനെ നമ്മൾ സ്ലോ കമ്പഷൻ, അതായത് ഇങ്ങനെ ഓക്സിഡേഷൻ നടത്തുകയാണ്. സ്ലോ കമ്പഷൻ ഓക്സിജൻ കൊണ്ട് കത്തിക്കുക, അപ്പം മെഥനോൾ ഉണ്ടാവും, CH3OH ഉണ്ടാവും. വീണ്ടും അതിനെ സ്ലോ കമ്പഷൻ നടത്തുക എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുക, വളരെ പെതുക്കെ, സ്ലോലി. അപ്പൊ അത് എന്താണ് അവിടെ അടുത്ത ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബണുള്ള ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ HCHO മെഥനോൾ ഉണ്ടായിട്ട് മാറും. വീണ്ടും അതിനെ സ്ലോ കമ്പഷൻ നടത്തുമ്പോൾ അത് മെഥനോയിക് ആസിഡ് ആയിട്ട് മാറും, HCOOH ആയിട്ട് മാറും. വീണ്ടും അതിനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് CO2 + H2O. അപ്പൊ ഇത് ആൽക്കെയിൻ ആണ്, ഇത് ഒരു ആൽഡിഹൈഡ് ആണ്, അല്ല ഇത് ആൽക്കഹോൾ ആണ്, ഇതൊരു ആൽഡിഹൈഡ് ആണ്, ഇത് ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്, പിന്നെ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് എഴുതുന്നില്ല. ഈ O എന്ന് ഉദ്ദേശിക്കുന്നത് നേസന്റ് ഓക്സിജൻ അല്ല കേട്ടോ, ഇവിടെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ KMnO4 അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റോ ഒക്കെ ആവാം കേട്ടോ. പിന്നെ ഇതിന്റെ യൂസസ് അത് ഞാൻ എഴുതുന്നില്ല. മീഥെയിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈഥൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. മെഥനാലും മെഥനോളും മെഥനോയിക് ആസിഡും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഈഥേനെ ആണെങ്കിൽ എഥനാലും എഥനോയിക് ആസിഡും അതൊക്കെ ഓരോ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. അതിനെ ആ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറോഫോം ഉണ്ടാക്കാൻ, അനസ്തേഷ്യക് പർപ്പസിന് വേണ്ടി ക്ലോറോഫോം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹാലോതെയ്ൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അതായത് അനസ്തേഷ്യക് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. പണ്ട് ക്ലോറോഫോം ആയിരുന്നു, ഇപ്പൊ ഹാലോതെയ്ൻ എന്ന് പറയുന്ന ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്.
അത് ഒരു ഇച്ചിരി ഡോസ് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നേരത്തെ ക്ലോറോഫോം ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡോസ് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടിപ്പോവായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം അതിന്റെ ഒരു എന്താണ് വീര്യം കുറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ് ഹാലോതെയ്ന്. അപ്പൊ അത് നമ്മൾ എന്താണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഫോർമുല പഠിച്ചോണം, CF3CHBrCl. അത് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്, ഒന്ന് ഓർക്കുക, 203-ാമത്തെ പേജിൽ. പിന്നെ അതേപോലെ തന്നെ ഈതേനെ ക്ലീനിങ് ഏജന്റ് ആയിട്ടും ഫ്യൂവൽ ആയിട്ടും, രണ്ടും ഫ്യൂവൽ ആണ് കേട്ടോ, ഈതേനും മീതേനും ഫ്യൂവൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആരോണ് എനിക്ക് അടുത്ത സെഷൻ കൂടെ ഒന്ന് അയച്ചു തരാമോ പെട്ടെന്ന്? അയക്കാവേ. അയച്ചിട്ടുണ്ടേ. ഓക്കെ, ഞാൻ ആ ഈതേന്റെയും കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഒന്ന് മാക്സിമം എഴുതാൻ പറ്റുന്ന അത്രയും എഴുതാം. നോക്കിയോ, ഈതേനല്ല, സോറി, അടുത്ത ആൽക്കീൻസ് ആണ്. ആൽക്കീൻസ്, അതും കൂടെ എഴുതിക്കോ. ആൽക്കീൻസ്. ആൽക്കീൻ ആണ് അടുത്ത പഠിക്കാനുള്ളത്. ആൽക്കീന്റെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ ആൽക്കീന്റെ വേറെ പേരെന്താണെന്ന് അറിയാം, അതൊന്ന് ഓർത്ത് വെച്ചോണം. അതെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കിന് ചിലപ്പം ചോദിക്കും. ഒലീഫിൻസ്, മറ്റേ പാരാഫിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓൾസോ കോൾഡ് ആസ് ഒലീഫിൻസ്. അതായത് ഓയിൽ ഫോമിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒലീഫിൻസ്, ഓയിൽ ഫോമിംഗ്. പിന്നെ അവര് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്, ഡബിൾ ബോണ്ടഡ് ആണ്. അതേപോലെ തന്നെ ജനറൽ ഫോർമുല CnH2n ആണ്, ഓർത്ത് വെച്ചോണം. ഇനിയും അതേപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് മെമ്പർ ഈത്ത് ഈൻ ആണ്, ഓർത്ത് വെച്ചോണം. ഈതീൻ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിനും പൊസിഷണൽ ഐസോമറിസം ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ബ്യൂട്ട് 1-നും ബ്യൂട്ട് 2-നും എഴുതി കഴിഞ്ഞാൽ പൊസിഷണൽ ഐസോമറിസമാണ് അല്ലേ? അതേപോലെ തന്നെ എന്താണ് ചെയിൻ ഐസോമറിസവും കാണിക്കുന്നുണ്ട്, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ചെയിൻ ഐസോമറിസം നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് ഇപ്പം CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, ഇത് ബ്യൂട്ട് 1 ഈനാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണല്ലോ, ആൽക്കീൻ ആണല്ലോ. CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതുണ്ടോ, ഇത് ബ്യൂട്ട് 2 ഈനാണ്. ഇത് 2 ബ്യൂട്ടീൻ എന്ന് എഴുതാം കേട്ടോ, 2 ബ്യൂട്ടീൻ 1 ബ്യൂട്ടീൻ എന്ന് എഴുതാം. പക്ഷെ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഇതായിരിക്കും എളുപ്പം. പൊസിഷൻ എപ്പോഴും അതിന്റെ തന്നെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം.
ഇനി ചെയിൻ ഐസോമറിസം, ഇത് രണ്ടും പൊസിഷനിൽ ഐസോമറിസം, പൊസിഷൻ ഐസോമറാണ്. ഓക്കെ, എന്നാൽ ചെയിൻ ഐസോമറിസം കാണിക്കും. ഇതൊന്ന് നോക്കിയേ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, നേരത്തെ എടുത്ത പോലെ ബ്യൂട്ട് 1 ഓക്കെ. ഇനി ഇവിടെ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാലോ, അതായത് CH3 C ഡബിൾ ബോണ്ട് CH2, ഇതേലൊരു CH3 കൊടുത്താലോ. ഇവിടെ മോളിക്കുലാർ ഫോർമുല C4 3 5 6 6 8 H8 ആണ്. ഇവിടെ നോക്കിയാൽ 3 4 C4 3 6 6 2 8 H8 തന്നെയാണ് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് രണ്ടാമത്തേൽ മീതൈൽ 2 മീതൈൽ പ്രൊപ്പ് ഒന്നാമത്തെ 1. ഈ ഡബിൾ ബോണ്ടും ബ്രാഞ്ചും കൂടെ വരുവാണെങ്കിൽ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം കേട്ടോ എണ്ണാനെ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈഥീനാണ്. ഈഥീനാണ് ഇതിന്റെ മെയിൻ കോമ്പൗണ്ട്. അപ്പം ഈഥീനെ പറ്റി പറയാനാണെങ്കിൽ ഈഥീന് പ്ലാന്റിന്റെ റൈപ്പനിങ്ങിന് സഹായിക്കുന്ന ഒരു ഇതാണ്. അതായത് ഈ എഥിലീൻ അല്ല, അതിന്റെ പേര് എഥിലീൻ എന്നാണ് അതിന്റെ പേര്. അപ്പം പ്ലാന്റിന്റെ അല്ല, ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിനുണ്ട്. അതായത് പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സിന്റെ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് എഥിലീൻ. അത് ഈഥീനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. അതായത് ഗേഷ്യസ് ഫോമിൽ ഉള്ള ഒരു ആളാണ് ഈഥീൻ എന്ന് പറയുന്നത്. അതിന്റെ വേറെ പേരാണ് എഥിലിന്. ആ എഥിലിനാണ് നമ്മൾ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഓണമോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് ആവശ്യമായിട്ടുള്ള സമയം വരുമ്പം ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇതുമായിട്ട് കൃഷി ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ, അത് പഴുക്കാൻ ചിലപ്പം ഓണം കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസമേ പഴുക്കത്തുള്ളെങ്കിലും ഈ എഥിലീനൊക്കെ വെച്ചിട്ട് അത് പഴുപ്പിച്ചെടുക്കും. അതായത് ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു മുറി വെക്കും, എന്നിട്ട് അതിനകത്ത് എഥിലീൻ ഗ്യാസ് തുറന്നു വിടും. എന്നിട്ട് ആ എഥിലീൻ ഗ്യാസിന്റെ സഹായത്തോടു കൂടി, നാച്ചുറലി എഥിലീൻ ഗ്യാസ് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ട് തന്നെയാണ് അത് പഴുക്കുന്നത്. പക്ഷെ എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്നെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുകയോ ഇല്ലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് അത് പഴുപ്പിച്ചെടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ എന്താണ് ഈത്തീൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഥിലീൻ എഴുതുക. ഓക്കെ, എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ട് എഴുതുക, റെസ്പോൺസിബിൾ ഫോർ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. അതിന്റെ സ്ട്രക്ചറും കൂടെ ഒന്ന് വരച്ചേക്കുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെയാണ്. C ഡബിൾ ബോണ്ട് C, ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. നമ്മൾ ജനറലി CH2 എന്ന് എഴുതുമെങ്കിലും ഇങ്ങനെയാണ്. ഇതിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് 120 ഡിഗ്രിയാണ്. അതിന്റെ പ്രിപ്പറേഷനും കൂടെ ഒന്ന് പഠിപ്പിച്ചേക്കാം. നേരത്തെ പോലെ അതിന്റെ പ്രിപ്പറേഷൻ എഥനോളിൽ നിന്നാണ് നമ്മൾ എഥനോയിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിട്ട് അതിനകത്ത് ഈഥൈൽ ആൽക്കഹോൾ എടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. ഇത് മിക്സ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഗ്യാസ് പൊന്തി വരും. അതിനെ നേരെ സോഡിയം ഹൈഡ്രോക്സൈഡിനകത്തോട്ട് കടത്തി വിടും. എന്നിട്ട് നമുക്ക് അപ്പുറത്ത് വാട്ടർ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത പോലെ തന്നെ അത് ഡിസ്പ്ലേസ്മെന്റ്, അതായത് വാട്ടറിന്റെ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റിലൂടെ തന്നെയാണ് അത് കളക്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ എഴുതി തരാം, അതൊന്ന് എഴുതിക്കോളൂ. ലാബ് പ്രിപ്പറേഷൻ അതും കൂടെ എഴുതിയിട്ട് നിർത്താമേ. ലാബ് പ്രിപ്പറേഷനകത്ത് നമുക്ക് പറയാനുള്ളത്, അത് എഥനോൾ CH3 CH2OH അല്ലെങ്കിൽ C2H5OH എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതിനകത്തോട്ട് കുറച്ച് H2SO4 ആഡ് ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ടാവും അറിയാമോ, ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ടാവും. അതായത് CH3 CH2HSO4 ഉണ്ടാവും. ഇത് ഈഥൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ആണ്. എന്നിട്ട് അതിൻ്റെ കൂടെ വാട്ടർ ഉണ്ടാവും. ഇത് കുറെ നേരം നിൽക്കത്തില്ല, ഇത് പെട്ടെന്ന് തന്നെ മാറും. ഇതെന്ത് ചെയ്യുന്നറിയാമോ, ഈ ഈഥൈൽ ഹൈഡ്രജൻ നമ്മൾ ശരിക്കും സാധാരണ എഴുതുമ്പോൾ ഇത് എഴുതാറില്ല, ഈ ഇന്റർമീഡിയറ്റ് എഴുതാറില്ല. എന്നാലും അത് ഇവിടെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് എഴുതുവാണേ. CH3 CH2HSO4 എന്ത് സംഭവിക്കുന്നറിയോ, ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ H2SO4 ഒഴിച്ചുകൊണ്ടിരിക്കുക. H2SO4 എക്സസ് ആയിട്ട് അങ്ങോട്ട് ഒഴിക്കുക. ടെമ്പറേച്ചർ 170 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുക. അപ്പൊ എന്തായിട്ട് മാറുമെന്നറിയോ, CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. പ്ലസ് H2SO4 ചേർത്ത് H2SO4 ഇവിടെ വീണ്ടും ഉണ്ടാക്കി വരും. ഓക്കെ ആണല്ലോ.
സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത് 2 സ്റ്റെപ്പ് എഴുതാതെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. C2H5OH കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 170°C ഒഴിച്ചാൽ അവിടെ C2H4 കണ്ടോ, ഇതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്. 2 കാർബൺ 4 ഹൈഡ്രജൻ. C2H4ഉം എന്താണ് വാട്ടറും ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കാം. വാട്ടർ ഉണ്ടാവും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇത് അതിന്റെ എലിമെന്ററി റിയാക്ഷൻസ് ആണ്, സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇതും കളക്ട് ചെയ്യുന്നത് കളക്ഷൻ the gas is collected by downward displacement of വാട്ടർ താഴോട്ട് വന്നിട്ട് ഇത് മുകളിലോട്ട് കയറി പോകും എന്നുള്ള രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം ബിക്കോസ് ഈ ഗ്യാസ് ഉണ്ടല്ലോ, ബിക്കോസ് ഈ ഗ്യാസ് ഇൻഫ്ലാമബിൾ ആണ്. ഇറ്റ് ഈസ് ഇൻഫ്ലാമബിൾ ഗ്യാസ്. ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ ഗ്യാസ്. 2, ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇവിടെ നിർത്താം. ഇനി വേറൊരു മെത്തേഡും കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആരോണ് ഈ ബാക്കിയുള്ള എല്ലാ സെഷൻസും ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചിട്ടേക്കണേ. ഇങ്ങനെ നിർത്താമേ.